Seas Ministries. நன்மையான எந்த ஈவும் பூரணமான எந்த வரமும் பரத்திலிருந்து உண்டாகி ஜோதிகளின் பிதாவினிடத்திலிருந்து இறங்கி வருகிறது. அவரிடத்தில் யாதொரு மாறுதலும் யாதொரு வேற்றுமையும் நிழலும் இல்லை. யாக்கோபு 1:17. Every good gift and every perfect gift is from above and cometh down from the Father of lights, with whom is no variableness, neither shadow of turning. James 1:17. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. மகிழ்ச்சிகரமான கடைசி மாதத்தில் God Go Seas Ministry சார்பாக உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். இந்த ஆண்டு முழுவதும் தேவனாகிய கர்த்தர் நம்மையும் நம் குடும்பத்தையும் கிருபையால் தாங்கி நடத்தியிருக்கிறார். நம்முடைய போக்கிலும் வரத்திலும் நம்முடைய பிரயாணங்களிலும் கர்த்தர் நமக்கு துணையாயிருந்தது மாத்திரமல்ல, நம்முடைய பலவீனங்களிலே தம்முடைய வார்த்தையை அனுப்பி பலப்படுத்தியிருக்கிறார். நாம் அநேக நேரங்களிலே சோர்ந்து போய் இருந்த போதும் கர்த்தர் தம்முடைய வார்த்தையினாலே நம்மை தேற்றினார், நம்மை பலப்படுத்தினார். தேவனாகிய கர்த்தர் நம்மோடு கூட இருக்கிறார் என்பதை இதன் மூலம் அநேக நேரங்களிலே நம்மை உணர வைத்திருக்கிறார். விசேஷமாக இந்த கடைசி மாதத்திலே தேவனாகிய கர்த்தர் நிறைவான ஆசீர்வாதங்களால் நிரப்பி நம்மை ஆசீர்வதிப்பார் என்று நம்புகிறேன். கர்த்தருடைய வார்த்தையை கேளுங்கள், நம்புங்கள். கர்த்தருடைய வார்த்தை உங்கள் நடுவிலே பெரிய காரியங்களை செய்யும். தேவனிடத்திலிருந்து ஆசீர்வாதங்களை காத்திருந்து பெற்றுக்கொள்வோம். தேவனாகிய கர்த்தர் நிச்சயம் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமேன். സ്തോത്രം. ദൈവനാമത്തിന് സ്തോത്രം, മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വിശുദ്ധ ദിവസം കൂടി കാണുവാനും സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ട ശ്രേഷ്ഠ ദൈവ മക്കളോടൊപ്പം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഒരു സാക്ഷിയായി ഒരിക്കൽ കൂടെ അതേ ദൈവമക്കളോടൊപ്പം ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം ഒരവസരമൊരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഗോഡ് ഗോസ് മിനിസ്ട്രിക്കായി, മിനിസ്ട്രിയുടെ സ്ഥാപകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, കൂടെയായിരിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും, ഈ വചനം സ്തോത്രം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ഹൃദയംഗമായ സ്നേഹത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ആധാരമായി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന തിരുവചനത്തിലേക്ക് നമ്മുടെ വിലപ്പെട്ട ശ്രദ്ധകളെ സ്തോത്രം പ്രാർത്ഥനാപൂർവം സ്വീകരിക്കാം. സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം സ്തോത്രം 1 മുതൽ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്തോത്രം ഇടപെടൽ മോശയ്ക്ക് ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെ 7-ാം വാക്യമാണ് നമ്മുടെ സ്തോത്രം പ്രസംഗ വിഷയം. സ്തോത്രം 7-ാമത്തെ വാക്യം. സ്തോത്രം 7-ാമത്തെ വാക്യത്തിൽ മോശയോട് കത്തുന്ന മുൾപ്പടപ്പിൽ നിന്നുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു. സ്തോത്രം. മോശയെ, എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. സ്തോത്രം 2 പ്രാവശ്യം എടുത്തു പറയുന്നു. ഊഴിയ വേലക്കാർ നിമിത്തമുള്ള സ്തോത്രം അവരുടെ നിലവിളി ഞാൻ കേട്ടു. സ്തോത്രം. 1, നമ്മുടെ കഷ്ടത കാണുന്ന ദൈവം. 2, ഊഴിയ വേലക്കാർ നിമിത്തം എന്ന് പറഞ്ഞാൽ ശത്രു നിമിത്തമുള്ള സ്തോത്രം അടിമനുഖങ്ങളിൽ ഇരിക്കുന്ന 430 വർഷക്കാലം 4.5 നൂറ്റാണ്ട് അടിമനുഖത്തിലിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു. സ്തോത്രം. 2 കാര്യം വ്യക്തമാണ്. 1, ജനത്തിന്റെ കഷ്ടത കാണുന്ന ദൈവം. സ്തോത്രം. 2, ദൈവജനത്തിന്റെ നിലവിളി കേട്ട് ഇറങ്ങി വന്ന് ആ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു, മോശയ്ക്ക് 80 വയസ്സ്. അതേ സ്തോത്രം മിഥ്യോമിൽ ഇത്രോവിന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം ഓരോ പർവ്വതത്തിൽ അതേ സ്തോത്രം ആടുകളെ വിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കത്തുന്ന മുൾപ്പടപ്പ് കാണുകയാണ്. കത്തുന്ന മുൾപ്പടപ്പ് കണ്ട് ഇത് എന്ത് എന്നറിയാൻ വേണ്ടി മോശ നടന്നെടുക്കുമ്പോൾ ആ കത്തുന്ന മുൾപ്പടപ്പിനകത്തു നിന്നുകൊണ്ട്
യഹോവയായ ദൈവം സ്തോത്രം മോശേ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമായിരിക്കാൻ, മോശേ മോശേ എന്ന് വിളിച്ചിട്ട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ സ്ഥലമായിരിക്കാൻ കാലിലെ ചെരുപ്പ് അടിച്ചിട്ടിട്ട് വരണം. നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പേഴ്സണലായി സംസാരിക്കുവാനുണ്ട്. എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. സ്തോത്രം മറ്റാരും ജനത്തിന്റെ കഷ്ടത കണ്ടില്ല. നമുക്കറിയാം സ്തോത്രം ഇസ്രായേൽ യാക്കോബിന്റെ സന്തതിയെ ഇസ്രായേലാക്കി മാറ്റി വർദ്ധിപ്പിച്ചു. മിസ്രൈമിൽ ഇന്ന് അവർ അടിമനുഖത്തിലിരിക്കുന്നു. അടിമനുഖം എന്ന് പറഞ്ഞാൽ സാധാരണ അടിമനുഖമല്ല. സ്തോത്രം വിവിധ തരത്തിലുള്ള കഷ്ടതകൾ അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും മുന്നേറുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ. എത്രയോ കുടുംബങ്ങൾ, വ്യക്തികൾ ഇന്നും സ്തോത്രം അന്നും അതേ സ്തോത്രം ഒരുപാട് അടിമനുഖത്തിലായിരിക്കുന്നു. ചിലവർ രോഗത്തിന്റെ അടിമനുഖത്തിലായിരിക്കുന്നു, ചിലവർ കടഭാരത്തിന്റെ അടിമനുഖത്തിലായിരിക്കുന്നു, ചിലവർ സ്തോത്രം കുടുംബത്തിനകത്ത് സമാധാനമില്ലാത്ത അടിമനുഖത്തിലായിരിക്കുന്നു. പലവിധമായ പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതമൊക്കെ തകർന്നിരിക്കുന്ന, നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നിലവിളിയുടെ ശബ്ദം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് സ്തോത്രം ദൈവജനത്തിന്റെ കഷ്ടത കാണുന്ന ഒരേ ഒരു വ്യക്തി കർത്താവ് യേശു ക്രിസ്തുവാണ്. മറക്കരുത്. പുതിയ നിയമം ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനത്തിന്റെ കഷ്ടത കാണുകയും കഷ്ടതയ്ക്ക് തക്കവണ്ണം നീക്കുപോക്ക് തരുന്ന ഒരു നല്ല കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്കറിയാം യേശു ക്രിസ്തു സ്തോത്രം എരിഹോവിലൂടെ നടന്നു പോകുമ്പോൾ തിമ്നായിയുടെ മകനായ ബർത്തിമായി നിലവിളിക്കുകയാണ്. ആ നിലവിളിക്ക് സ്തോത്രം തന്റെ കൂടെ ആയിരിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാർ പോലും അത് സ്തോത്രം അതിനെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ, കൂടെ ആയിരിക്കുന്ന പുരുഷാരം ശ്രദ്ധിക്കാതെ പോകുമ്പോൾ സ്തോത്രം യേശുവേ ദാവീദ് പുത്ര നീ എന്നോട് മനസ്സലിയണമേ എന്ന് പറഞ്ഞ് സ്തോത്രം തിമ്നായിയുടെ മകനായ ബർത്തിമായി നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ടുകൊണ്ട് യേശു തിരിഞ്ഞു നിന്നു. യേശു തിരിഞ്ഞു നിന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. അവനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവന് തത്സമയത്ത് കാഴ്ച കൊടുക്കുവാനിടയായി. ആരൊക്കെ ദൈവസേനയിൽ നിലവിളിച്ചിട്ടുണ്ടോ അവരുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ദൈവമക്കളായിരിക്കുന്ന ഈ നാളുകൾ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ വിടുവിക്കുവാൻ നിലവിളിക്കുന്നത് പലവിധമായ നിലവിളിയുണ്ട്. ഇരമ്യാവിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇരമ്യാവ് നിലവിളിക്കുകയാണ്. ഇരമ്യാവിനോട് ദൈവം ഇറങ്ങിച്ചെന്നിട്ട് പറയുന്നു, നീ എന്നെ നോക്കി നിലവിളിക്കാം. സാഹചര്യങ്ങൾ നോക്കിയല്ല, നിന്റെ തകർച്ച നോക്കിയല്ല, രാജ്യത്തെ നോക്കിയല്ല, രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾ നോക്കിയല്ല, വിടുവിക്കുവാൻ കഴിയാത്ത, രക്ഷിക്കുവാൻ കഴിയാത്ത സ്തോത്രം ആരെയും നോക്കി നാം നിലവിളിക്കരുത്, നാം കരയരുത്. സ്തോത്രം കരയുന്നുവെങ്കിൽ ദൈവസന്നിൽ കരയുക, നിലവിളിക്കുന്നുവെങ്കിൽ ദൈവസന്നിൽ നിലവിളിക്കുക. യേശുവേ നീ എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണമേ. ഇന്നിരിക്കുന്ന സ്തോത്രം സാഹചര്യത്തിൽ നിന്ന്, ഇന്നിരിക്കുന്ന പലവിധമായ രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ ഒറ്റപ്പെട്ട അനുഭവങ്ങളോ കണ്ണുനീരോ ആ അനുഭവങ്ങളിൽ നിന്ന് ദൈവം എന്നെ വിടുവിക്കണമേ, എൻ്റെ കുടുംബത്തെ വിടുവിക്കണമേ എന്ന് ആരൊക്കെ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്നു, അവരെ വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം, സ്വർഗത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, ദൈവത്തിന്റെ സ്വഭാവത്തെ ദൈവം വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ ഇടപെടൽ ശക്തമായി അവിടെ വ്യാപരിക്കുകയാണ്. മോശേ എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. സ്തോത്രം. ഒരുപക്ഷെ അപ്പൻ നമ്മുടെ കഷ്ടത കണ്ടു കാണില്ല, അമ്മ നമ്മുടെ കഷ്ടത കണ്ടു കാണില്ല. സ്തോത്രം. അവരൊക്കെ നോക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ജീവിതം നയിച്ചു പോകുന്നു. അവർക്ക് നമ്മുടെ ഹൃദയത്തിന്റെ വേദനയോ നാം അനുഭവിക്കുന്ന കഷ്ടതകളോ ശരിയായിട്ട് അങ്ങോട്ട് സ്തോത്രം മനസ്സിലാക്കുവാൻ ധരിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളായിരിക്കും. പക്ഷേ ദൈവം നമ്മുടെ കഷ്ടത കാണുന്ന ദൈവമാണ്. നമ്മുടെ കഷ്ടത കണ്ടിട്ട് മാറി നിൽക്കുന്ന സ്തോത്രം അകന്നു നിൽക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ആരാധിക്കുന്നത്. ആ കർത്താവ് സ്തോത്രം തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു. ഊഴിയ വേലക്കാർ നിമിത്തമുള്ള അവരുടെ സ്തോത്രം നിലവിളി ഞാൻ കേട്ടു. മോശേ, അതുകൊണ്ട് അവരെ എനിക്ക് രക്ഷിക്കണം, നീ അവരെ രക്ഷിപ്പാൻ കടന്നു പോകണം. 80-ാമത്തെ വയസ്സിൽ മോശയോട് ഈ ശബ്ദം കേൾക്കുമ്പോൾ മോശ പല വിമിഷ്ടങ്ങൾ പറഞ്ഞുവെങ്കിലും ഒടുവിൽ സ്തോത്രം മോശ സമ്മതിക്കുകയാണ്. എന്തിനെ? ജനം കഷ്ടതയിൽ ഇരിക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ ദൈവത്തിന്റെ സ്തോത്രം ഇടപെടൽ അവിടെ വ്യാപരിക്കുകയാണ്. സ്തോത്രം ഫറവോനും സൈന്യവും ശക്തമായി ഇസ്രായേലിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവിടെ തലമുറ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദേശത്തിൽ നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ഇസ്രായേലിന്റെ ഓരോ അബ്രാഹിന്റെയും കുടുംബത്തിനകത്ത് നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിലവിളിക്ക് ഒരു സ്തോത്രം എന്നേക്കുമായി ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് അതിനെ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ ഇടപെടൽ മിസ്രൈമിൽ ഉറങ്ങിച്ചൊല്ലുകയാണ്. സ്തോത്രം. ഇന്ന്
പൽക്കാലം ഈ വചനം ആരെങ്കിലും വേദനയോടെ ദുഃഖകരമായ അനുഭവത്തിൽ ഒരുപക്ഷെ ഒരു കിടക്കയിൽ കിടന്നോ, ഒരു സ്തോത്രം ഒരു യാത്രയിലോ സ്തോത്രം ഒരു ചർച്ചിനകത്തോ വീട്ടിനകത്തോ ഇരുന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർക്കണം, സ്തോത്രം ഈ ദിവസങ്ങളിൽ നമ്മുടെ കഷ്ടത യഥാർത്ഥമായി കാണുന്ന സ്തോത്രം നമ്മുടെ കർത്താവ് നമ്മുടെ കഷ്ടതയിൽ കാണുന്ന മാത്രമല്ല, ഇറങ്ങി വരും. നാം നിലവിളിക്കുന്നുവെങ്കിൽ യേശുവേ നീ എന്നെ വിടുവിക്ക എന്ന് നിലവിളിക്കുമ്പോൾ കണ്ണുനീരോട് നമ്മുടെ ഭാവങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മുടെ കുറവുകളെ ദിവസങ്ങളിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിക്കുമെങ്കിൽ സ്തോത്രം ഏത് വിഷയത്തിലും ദൈവം ഇറങ്ങി വന്ന് ആ വിഷയത്തിനകത്ത് ഒരു വലിയ സ്തോത്രം നീക്കുപോക്ക് തരാൻ, ഒരു വലിയ മാറ്റം തരുവാൻ, ഒരു വലിയ വിടുതൽ തരുവാൻ, ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഒരു വാഗ്ദത്തത്തെ തരുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു ഈ പൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം തിമായിയുടെ മകൻ വ്യർത്ഥമായി മാത്രമല്ല നിലവിളിച്ചത്. സ്തോത്രം അനേകർ പുതിയ നിയമത്തിൽ നിലവിളിക്കുകയാണ്. നയീൻ എന്ന പട്ടണത്തെ കുറിച്ച് പഠിച്ചാൽ സ്തോത്രം യേശു ക്രിസ്തു പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ പട്ടണത്തിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇതാ സ്തോത്രം വിധവയുടെ മകൻ മരിച്ചു, അവനെ സ്തോത്രം മറവ് ചെയ്യാൻ കൊണ്ടുവരുന്നു. ഒരു നിലവിളി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആ വിധവയോട് ദൈവം പറഞ്ഞു, നീ കരയണ്ട, സ്തോത്രം നീ കരയണ്ട, നിന്റെ കഷ്ടത നിന്റെ സ്തോത്രം നഷ്ടം നികത്താൻ എന്റെ യേശു കടന്നു വന്നിട്ടുണ്ട്. ആ മഞ്ചലത്തിൽ തൊട്ടു സ്തോത്രം യുവാവേ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. നിലവിളി അവിടെ നിലച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 7 വിളിച്ചു പറയുന്നു, സ്തോത്രം ഒരു നല്ല പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ ശക്തമായി അവർ മഹത്വപ്പെടുത്തുവാൻ ഇടയായി. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ഇടപെടൽ സ്തോത്രം നിലവിളിക്കുന്ന സ്തോത്രം കഷ്ടത അനുഭവിക്കുന്ന ദൈവമക്കളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതിന് മാറ്റമില്ല. ആരൊക്കെ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ടോ, വേദന അനുഭവിക്കുന്നുണ്ടോ, അത് അധികം കാലം പിന്തുടരുവാൻ, അത് അധികം കാലം നിലനിൽക്കുവാൻ അനുവദിക്കുന്ന ദൈവമല്ല. അതിനൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നിന്നെ ഒരു പുതിയ തലത്തിലേക്ക്, നിന്റെ ഒരു കുടുംബത്തെ പുതിയ തലത്തിലേക്ക്, നിന്റെ തലമുറ ഒരു പുതിയ തലത്തിലേക്ക്, നിന്റെ ജോലിയെ സ്തോത്രം, നിന്റെ ഭവനത്തെ നിന്റെ സ്തോത്രം ഇരുളടഞ്ഞ സാഹചര്യത്തെയും ഉയർത്താൻ കഴിവുള്ള കർത്താവ് ഇന്ന് സ്തോത്രം ഈ കഷ്ടത നീ അനുഭവിക്കുന്ന കഷ്ടത ആരും കണ്ടില്ലെങ്കിലും സ്തോത്രം യഹോവയായ ദൈവം യേശു കർത്താവ് നിന്റെ കഷ്ടത കാണുന്നുണ്ട്. യേശു കർത്താവ് നിന്റെ നിലവിളി കേൾക്കുന്നുണ്ട്. നിന്റെ നിലവിളി കേട്ടുകൊണ്ട് കർത്താവ് ഇറങ്ങി വരും, നിശ്ചയമായും ഇറങ്ങി വരും. നീ മരണക്കിടക്കയിൽ നിന്ന് മാറ്റി വിരിച്ചു എന്ന് ദാവീദ് 40-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ തന്റെ ദീനക്കിടക്കയിലായിരുന്ന ദാവീദിനെ താൻ സ്തോത്രം കൊട്ടാരത്തിനകത്തിരുന്നു കൊണ്ട് നിലവിളിച്ചു. എല്ലാവരും വിധി എഴുതുകയാണ്. ഇനി ദാവീദ് സ്തോത്രം പുറത്തു വരില്ല. ആ നിലകളിൽ ദൈവം ദാവീദിനെ പുറത്തു കൊണ്ടുവന്ന് സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഇസ്രായേലിന്റെ നിലവിളി കേട്ടുകൊണ്ട് അവര് ഊഴിയവേലക്കാർ നിമിത്തമുള്ള അടിമനുഖങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ച് സ്തോത്രം ദൈവം വാഗ്ദത്ത കനാനിൽ എത്തിച്ചുവെങ്കിൽ വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണും നിശ്ചയം. ഈ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്ന ഏത് അടിമനുഖമാകട്ടെ, ഏത് കഷ്ടതയാകട്ടെ, ഏത് പ്രതിസന്ധിയാകട്ടെ, ഏത് വേദനയാകട്ടെ, ഏത് ഇല്ലായ്മയുടെ അനുഭവമാകട്ടെ, ആ ദുഃഖകരമായ അനുഭവത്തിൽ നിന്ന് സ്വർഗത്തിൽ ദൈവം നാം സ്തോത്രം കഷ്ടതയിൽ നിന്ന്, ആ കഷ്ടതയിൽ നിന്ന്, ആ നിലവിളിയിൽ നിന്ന് വിടുവിച്ച് മഹത്വപ്പെടുത്തും എന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ ദൈവകരം ഈ പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളും ഇറങ്ങി വന്ന്, അവരുടെ കുടുംബങ്ങളിൽ ഇറങ്ങി വന്ന്, അവരുടെ തലമുറയിൽ ഇറങ്ങി വന്ന്, അവരായിരിക്കുന്ന സാഹചര്യത്തിൽ ഇറങ്ങി വന്ന് അതിന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് എന്നെ ഒരു ഉയർന്ന നിലയിലെത്തിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം ഈ കണ്ണുകളടയ്ക്കാം. സ്തോത്രം. നല്ല കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെയും ദൈവം വിശാലപ്പെടുത്തണം. യേശുവേ സ്തോത്രം. കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. അവരുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ തുടങ്ങിയ അടിമനുഖത്തിൽ നിന്ന് അവരുടെ കഷ്ടതയിൽ നിന്ന്, അവരുടെ സ്തോത്രം നിലവിളിയിൽ നിന്ന് ഒരു വലിയ വിടുതൽ നൽകി ജയത്തോടെ ദൈവത്തെ ആരാധിച്ചു മുന്നേറുവാൻ എല്ലാവരെയും ദൈവം അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നല്ല വചനങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. മോശെ അതിനുവേണ്ടി കരങ്ങൾ എടുത്തു ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെയും അതിനുവേണ്ടി കരങ്ങൾ എടുത്തു ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. എന്റെ സങ്കേതം, നീ എന്റെ കോട്ടയും, നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം, നീ എന്റെ സങ്കേതവും, നീ എന്റെ കോട്ടയും,
പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എന്റെ രക്ഷകനും, നീ എന്റെ വൈദ്യനും, നീ എന്റെ ആലംബവും, നീ എൻ ദൈവം. നീ എന്റെ രക്ഷകനും, നീ എന്റെ വൈദ്യനും, നീ എന്റെ ആലംബവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനെൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എന്റെ പാലകനും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ മറവിടവും, നീ എൻ ദൈവം. നീ എന്റെ പാലകനും, നീ എന്റെ ആശ്വാസവും, നീ എന്റെ മറവിടവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം.
സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ